നമസ്കാരം. ഏതൻ ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി നേടിയ സിനിമകളെ കുറിച്ചാണ്. ഈ സിനിമകളിൽ മലയാളം ഉണ്ട്, ഡബ്ബിംഗ് ചിത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ അന്യഭാഷാ ചിത്രങ്ങളുണ്ട്, എല്ലാ ചിത്രങ്ങളും ഉണ്ട്. ഇതെല്ലാം ചേർന്ന കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ 50 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്ത സിനിമകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമുക്ക് എന്തായാലും വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി 50 കോടി നേടിയത് പുലിമുരുകൻ എന്ന ചിത്രമാണ്. 2016 ഇറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് വൈശാഖായിരുന്നു. ഉദയകൃഷ്ണയുടെ തിരക്കഥയ്ക്ക് ടോമിച്ചൻ മുളകുപാടമായിരുന്നു നിർമ്മാണം. ഏതായാലും കേരളത്തിൽ ആദ്യമായിട്ട് 50 കോടി എന്ന ഫാൻസി എമൗണ്ട് സ്വന്തമാക്കിയത് പുലിമുരുകൻ എന്ന മോഹൻലാൽ ചിത്രമാണ്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു തെലുങ്ക് ഡബ് ചിത്രമാണ്. ആ ചിത്രത്തിന്റെ പേര് ബാഹുബലി 2 എന്നാണ്. ഈ ചിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടാമതായി 50 കോടി കളക്ഷൻ നേടിയ ചിത്രം. നമുക്കറിയാം ബാഹുബലി 2 വലിയൊരു വിജയമായിരുന്നു കേരളത്തിൽ. 50 കോടിയൊക്കെ വളരെ ഈസി ആയിട്ടാണ് ബാഹുബലി 2 എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തത്. മൂന്നാമത്തെ ചിത്രം മോഹൻലാലിന്റെ തന്നെ 2019 റിലീസ് ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രമായ ലൂസിഫർ എന്ന ചിത്രമാണ്. ചിത്രം വലിയ രീതിയിലാണ് മലയാളികൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ 50 കോടി എന്ന ടാർഗറ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ഈ ചിത്രം നേടിയെടുത്തു. നാലാമത്തെ ചിത്രം KGF ചാപ്റ്റർ 2 എന്ന ചിത്രമാണ്. KGF 1 കേരളത്തിൽ വൻ വിജയമായിരുന്നു. ആ പ്രതീക്ഷ പ്രേക്ഷകരിൽ ഉള്ളത് കൊണ്ടുകൂടിയായിരിക്കാം KGF 2 എന്ന ചിത്രവും വലിയ രീതിയിലായിരുന്നു കേരളത്തിൽ ബുക്കിംഗ് നടന്നത്. എന്തായാലും നാലാമതായി കേരളത്തിൽ നിന്ന് 50 കോടി നേടുന്നത് KGF ചാപ്റ്റർ 2 എന്ന ചിത്രമാണ്. അഞ്ചാമത്തെ ചിത്രം എന്ന് പറയുന്നത് 2023 2018 സംഭവിച്ച ഫ്ലഡിനെ ബേസ് ചെയ്ത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 എന്ന ചിത്രമാണ്. ഈ ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷകരുടെ ഒക്യുപൻസി, പ്രത്യേകിച്ച് കേരള പ്രേക്ഷകരുടെ ഒക്യുപൻസി ചിത്രത്തിനുണ്ടായിരുന്നു. എന്തായാലും അഞ്ചാമത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയ ചിത്രം 2018 എന്ന ഈ ചിത്രമായിരുന്നു. ആറാമത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയതും ഒരു തമിഴ് ചിത്രം. ഈ ചിത്രം ഡബ് ചെയ്തല്ല, അതിന് ഒറിജിനൽ വെർഷൻ തന്നെയാണ് കേരളത്തിൽ റിലീസ് ചെയ്തത്. എന്തായാലും ആ ചിത്രം വലിയ രീതിയിലാണ് മലയാളികൾ സ്വീകരിച്ചത്. ആ ചിത്രത്തിന്റെ പേര് ജയിലർ എന്നാണ്. ജയിലർ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആറാമത്തെ ചിത്രമാണ്. ഏഴാമത്തെ ചിത്രം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് സോഫിയ പോൾ നിർമ്മിച്ച് ഷൈൻ നിഗം, ആന്റണി പെപ്പെ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന RDX എന്ന ചിത്രമാണ്. ഈ ചിത്രം കേരളത്തിൽ വലിയ വിജയമായിരുന്നു. എന്തായാലും ഏഴാമതായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി നേടിയ ചിത്രം RDX ആയിരുന്നു. എട്ടാമത്തെ ചിത്രം തളപതി വിജയുടെ ലിയോ എന്ന ചിത്രമായിരുന്നു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഈ ചിത്രം LCU എലമെന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്ത് വലിയ ചർച്ച ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകളിൽ ഒരു ക്യൂരിയോസിറ്റിയും ഈ സിനിമക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആവണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം 50 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ട്, കളക്ഷൻ സ്വന്തമാക്കി. ഒമ്പതാമത്തെ ചിത്രം എന്ന് പറയുന്നത് പ്രേമലു എന്ന ചിത്രമാണ്. കേരളത്തിൽ ഒരു സർപ്രൈസ് ഹിറ്റ് അടിച്ച സിനിമയാണ് പ്രേമലു. കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയ രീതിയിൽ ഹിറ്റായ ഈ ചിത്രം കേരളത്തിൽ നിന്ന് ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. പത്താമത്തെ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രമാണ്. ഒരു സർവൈവർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത ഒരു ചിത്രം കൂടിയാണ്. വലിയ രീതിയിൽ മലയാളി പ്രേക്ഷകരും സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർ, പ്രത്യേകിച്ച് തമിഴ് പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രം സൗത്ത് ഇന്ത്യയിൽ തന്നെ വലിയ വിജയം ഉണ്ടാക്കിയ ചിത്രങ്ങളിൽ ഒന്നായി പിന്നീട് മാറുകയുണ്ടായി. 11ാമത്തെ ചിത്രം ആടുജീവിതം എന്ന ചിത്രമാണ്. ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തെടുത്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് സംവിധായകൻ ബ്ലെസ്സി ആയിരുന്നു. പൃഥ്വിരാജ് സുകുമാരനായിരുന്നു കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ചത്. ഈ ചിത്രം വലിയ രീതിയിൽ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടതാണ്. കേരളത്തിലെ മിക്കവാറും ആളുകൾക്ക് അറിയുന്ന ഒരു സ്റ്റോറി കൂടിയാണ്. അതിന്റെ ചലച്ചിത്ര ആവിഷ്കാരം കാണുക എന്നുള്ളത് കൊണ്ടായിരിക്കാം കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒക്യുപൻസി ഈ ചിത്രത്തിനുണ്ടായിരുന്നു. എന്തായാലും 11ാമതായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം ആടുജീവിതം എന്ന ഈ ചിത്രമാണ്. 12ാമത്തെ ചിത്രം ആവേശം എന്ന ചിത്രമാണ്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായ ഈ ചിത്രം വലിയ രീതിയിലാണ് കേരള പ്രേക്ഷകർ സ്വീകരിച്ചത്. എന്തായാലും കേരളത്തിൽ നിന്ന് ഈ ചിത്രം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയുണ്ടായി. 13ാമത്തെ ചിത്രം ARM എന്ന ചിത്രമാണ്. ജിതിൻലാൽ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ് നായകനായ സ്റ്റീഫൻ നിർമ്മിച്ച ഈ ചിത്രം കേരളത്തിൽ വലിയ രീതിയിലാണ് ഹിറ്റായത്.
14ാമത്തെ ചിത്രം എമ്പുരാൻ എന്ന ചിത്രമാണ്. ലൂസിഫർ ഫ്രാഞ്ചൈസിയിൽപ്പെട്ട രണ്ടാമത്തെ ചിത്രമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതീക്ഷയായിരുന്നു പ്രേക്ഷകർക്ക് ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തന്നെ വലിയ രീതിയിലുള്ള ഒരു അറ്റൻഡൻസ് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും വലിയ വിവാദങ്ങൾ വരികയും അത് ഈ ചിത്രത്തിന്റെ കളക്ഷനെ കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. എന്തായാലും 14ാമതായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം എമ്പുരാനാണ്. 15ാമത്തെ ചിത്രം തുടരും എന്ന ചിത്രമാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് എം രഞ്ജിത്ത് നിർമ്മിച്ച തുടരും എന്ന ചിത്രം കേരളത്തിലെ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് വലിയ രീതിയിലാണ് സ്വീകരിച്ചത്. എന്തായാലും തുടരും എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. 16ാമത്തെ ചിത്രം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നാണ്. 17ാം സ്ഥാനത്തുള്ളത് കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രമാണ്. ഈ ചിത്രം 50 കോടിയിൽ കയറിയത് ഇന്നലെയായിരുന്നു. റിലീസ് ചെയ്ത് കേവലം 17 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇതിനോടകം തന്നെ ഈ ചിത്രം 50 കോടി നേടിക്കഴിഞ്ഞു. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം 600 കോടിക്ക് മുകളിൽ ആയി എന്നാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരം. റൂമേഴ്സ് എന്തായാലും 700 കോടിക്കടുത്ത് ഉണ്ട്. എന്തായാലും അവസാനമായി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി ക്ലബിൽ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 50 കോടി ക്ലബിൽ കയറിയ ചിത്രത്തിൽ കാന്താരയും എത്തി. ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പിന്തുണക്കണമെന്നും വളരെ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ന് ഇവിടെ പറയുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വൈകാതെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.